അമേരിക്കയിൽ പൊതുസ്ഥലത്ത് വെടിവെപ്പ് 8 കുട്ടികൾ കൊല്ലപ്പെട്ടു. ലൂയിസാനയിലെ ഷ്രവാപോർട്ടിലാണ് സംഭവമുണ്ടായത്. 1-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. അക്രമിയെ പോലീസ് വെടിവെച്ചു കൊന്നു. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇപ്പോൾ അമേരിക്കയിൽ വെടിവെപ്പ് എന്ന് പറയുന്നത് ഒരു പുതിയ വാർത്തയല്ല. പക്ഷേ ഇത്തവണ കൂടുതൽ കുട്ടികൾ അടക്കം കൊല്ലപ്പെടുന്നു എന്നുള്ളത് ചില്ലറ ഞെട്ടലല്ല ആ രാജ്യത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ഒരു ദാരുണമായിട്ടുള്ള സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് ഈ വെടിവെപ്പെന്നാണ് പോലീസിന് നിലവിൽ സൂചന ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ലിയാപോളിസിലുള്ള ഒരു സ്ഥലത്താണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. അവിടെ 1-നും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. ഈ കൊല്ലപ്പെട്ടതിൽ 7 കുട്ടികൾ ഈ അക്രമിയുടെ തന്നെ മക്കളാണ് എന്നുള്ളതാണ് ഇതിലൊരു വസ്തുത നിലനിൽക്കുന്നത്. ഒരാൾ മറ്റൊരു കുട്ടിയാണ്. ഇതിൽ 2 വീടുകളിലായിട്ടാണ് ഈ അക്രമി ആകെ ആക്രമണം നടത്തിയത്. ഇതിൽ ഷമർ എൽക്കിൻസ് എന്ന് പറയുന്ന ഒരു 31-കാരനാണ് അക്രമി എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. ഇയാളും ഭാര്യയും തമ്മിൽ വഴക്കിലായിരുന്നു. അപ്പോൾ ഈ വഴക്കിനെ തുടർന്നാണ് ഇയാൾ മക്കളെ കൊലപ്പെടുത്തിയത്. ഇതിനു മുൻപും ഇയാൾ പലതവണ കുട്ടികളെ കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ മുൻപ് ഇത്തരത്തിൽ ഈ കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളിൽ നേരിട്ടെത്തി വെടിയുതിർക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ ഇയാൾക്കെതിരെ ഒരു കേസുമുണ്ട്. പോലീസ് അന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് ഇയാളെ സ്റ്റേഷനിലെത്തിച്ച് വാൺ ചെയ്ത് വിട്ടയച്ചതാണ്. ഈ കൊല്ലപ്പെട്ട ഷമർ എൽക്കിൻസ് എന്ന് പറയുന്ന 31-കാരൻ ഇയാളൊരു സൈനികനാണ് എന്നതാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. ഇയാളുടെ പേരിൽ അന്ന് കേസുള്ളതാണ്. ഈ കുട്ടികൾക്ക് നേരെ ഇയാളുടെ ഭീഷണി നിരന്തരം ഉള്ളതിനാൽ തന്നെ ഈ പറയുന്ന ഈ ഭാര്യ ഈ കുട്ടികളെ സുരക്ഷിതമായിട്ട് മറ്റൊരു വീട്ടിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ഇയാൾ ഈ ഭാര്യയെ പിന്തുടർന്നെത്തി ഭാര്യയുടെ വീട്ടിലെത്തി ആദ്യം ഭാര്യയ്ക്ക് നേരെയാണ് ഇയാൾ വെടിയുതിർക്കുന്നത്. ഭാര്യയുടെ തലയ്ക്ക് വെടിയേറ്റു. ഇവർ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ ചികിത്സയിൽ തുടരുന്നു എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. തുടർന്ന് ഭാര്യയിൽ നിന്ന് വിവരം അറിഞ്ഞതിന് ശേഷം കുട്ടികളുള്ള വീട്ടിലേക്ക് ഇയാൾ രണ്ടാമത് പോയി. അവിടെ മറ്റൊരു സ്ത്രീയെയാണ് ഇയാൾ ഈ ഭാര്യ കുട്ടികളെ നോക്കാനായി ഏൽപ്പിച്ചിരുന്നത്. അവിടെ ഇയാളുടെ 7 മക്കളും അതുപോലെ തന്നെ നോക്കാൻ ഏൽപ്പിച്ച സ്ത്രീയുടെ 8 മക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാളുടെ മക്കൾക്ക് നേരെയും അതുപോലെ തന്നെ അവരുടെ മക്കൾക്ക് നേരെയും ഇയാൾ വെടിയുതിർക്കുകയായിരുന്നു. ഇതിൽ ഇയാളുടെ 7 മക്കളും കൊല്ലപ്പെട്ടു. അതുപോലെ നോക്കാൻ ഏൽപ്പിച്ച സ്ത്രീയുടെ ഒരു കുട്ടിയും കൊല്ലപ്പെട്ടു എന്നാണ് വിവരമുള്ളത്. ഈ നോക്കാൻ ഏൽപ്പിച്ച സ്ത്രീക്ക് നേരെയും ഈ അക്രമി വെടിയുതിർക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇവരുടെ തലയ്ക്ക് വെടികൊണ്ട് ഇവർ നിലവിൽ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ ചികിത്സയിലാണ്. ഒരു കുട്ടിക്ക് നേരെയും മറ്റ് നോക്കാൻ ഏൽപ്പിച്ച സ്ത്രീയുടെ 2 കുട്ടികൾക്ക് നേരെ ഇയാൾ വെടിയുതിർത്തതായിരുന്നു. അതിൽ ഒരു കുട്ടി ജനലിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു. ഈ കുട്ടിയുടെ 2 കാലുകളും ഒടിഞ്ഞിട്ടുണ്ട്. ഈ കുട്ടിയും ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ ചികിത്സയിലാണ്. നിലവിൽ 3 പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇയാളുടെ ഭാര്യയും പിന്നെ നോക്കാൻ ഏൽപ്പിച്ച സ്ത്രീയും പിന്നെ മറ്റൊരു കുട്ടിയും കൂടി ഗുരുതരമായ അവസ്ഥയിൽ ചികിത്സയിലുണ്ട്. ഈ അക്രമി ഈ വെടിയുതിർത്ത ഉടനെ മേഖലയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ പോലീസ് ഇയാളെ പിന്തുടർന്ന് വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ്. ചികിത്സയിൽ ഇപ്പോഴും കുറച്ച് ആളുകളുണ്ട് ഇതിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളത്. ശരി, അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.